രാവിലെ ഉറങ്ങി എണിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു മീൻ പിടിക്കാൻ പോവാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്നാൽ അവൻ്റെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം. ഞാൻ അങ്ങോട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയതാ. 1-2 മീനെ പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷെ ഇത്രയും മീനും കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഡ്രീം ടു സ്വിമ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് നമ്മൾ ഫിഷിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫിഷിങ് പോകുന്ന വഴികളും എൻ്റെ കൂട്ടുകാരന്മാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണിച്ചിട്ട് ചെറിയൊരു വൈബാക്കാം നമുക്കൊന്ന്. ഇതന്നെ അവരായി പറ, വല്ലതും പറയണ്ടോ? എവിടേക്ക് പോണെന്ന്? മീൻ പിടിക്കാൻ വേണ്ടിട്ട്. വല്ലതും കിട്ടുമോ? കിട്ടണോ? ഗ്രില്ലടിക്കാനോ പോകുന്നത്? ആ, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ്റെ പേര് അജേഷ് എന്നാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഞങ്ങളെല്ലാവരും വിളിക്കാറ് അവനെ റാംബോ എന്ന് വിളിക്കാറ്. അപ്പോൾ നമ്മുടെ റാംബോ അതായത് രാവിലെ നടക്കാൻ പോയിരിക്കുന്നു. നടക്കാൻ പോയപ്പോൾ ഏതൊരു ചളിക്കുണ്ടിലോ ഏതോ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കുന്നു ഇവിടെ പുഴേൻ്റെ അടുത്ത്. അപ്പോൾ അതിലേതോ കണ്ണനോ ചേറാനോ ഏതോ ഒരു മീൻ കണ്ടു ആൾ. അപ്പോൾ എനിക്ക് കോൾ ചെയ്തിട്ട് എനിക്ക് ആ മീൻ പിടിച്ചേ പറ്റൂ, എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല, എനിക്ക് മീൻ കിട്ടിയേ പറ്റൂ. അത് ഇന്ന് വൈകിട്ടിനുള്ളിൽ അയ്യായിട്ട് മീൻ കഴിക്കണത്. അത് നമ്മളത്തെ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണല്ലോ. അതുകൊണ്ട് നമുക്ക് മീൻ പിടിച്ച് കൊടുത്തേ പറ്റൂ. അപ്പോൾ നമ്മുടെ റാംബോണന് പിന്നെ തിരക്കാണ് ഇവിടെ. ആൾക്ക് ഇവിടെ പിടിച്ച കിട്ടില്ല. വണ്ടി എടുത്ത് വീട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ എത്തി, ലൊക്കേഷൻ അവിടെ എത്താറായി. നീ വേം ബാ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ലൊക്കേഷൻ പോയിട്ട് നോക്കാം, അവിടെ വെള്ളം ഉണ്ടോ, എന്താ സിറ്റുവേഷൻ, എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. വാ. ആകെ ഒരു മീനുണ്ട്, ഒരു 6-7 പേരുണ്ട്. ഇപ്പം എന്താ അവിടെ പോയി കിട്ടുമോ ഇല്ല ഒന്നും അറിയില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. ആരവിടെ വെയിറ്റിങ്ങാ. പറഞ്ഞ ലൊക്കേഷൻ എത്തി. ഇതുവല്ല മരുഭൂമിയുമായിട്ടുണ്ടല്ലോ. നമുക്കെന്തായാലും പോയി നോക്കിയേക്കാം. ഉള്ളിൽ എന്താ എവിടെയെങ്കിലും വെള്ളം എവിടെയെങ്കിലും അവിടെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. ഈ വെള്ളത്തിൽ മീൻ പിടിക്കാനാന്ന് ഇതിനെ എല്ലാം പിടിക്കും. നോക്കാം എന്താ ഉള്ളിൽ പോയിട്ട് വല്ലതുണ്ടോന്ന്. എന്തോ 2 മീനൊക്കെ ഉണ്ട് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാ. ഇതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ. എവിടെ ഇതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇവിടെ വന്ന് നോക്കിയപ്പോ മീനൊന്നും കാണാല്ല. ആ ഒരു പിടി വെള്ളമുണ്ട്, ഒരടി വെള്ളമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ലൊക്കേഷൻ മാറ്റാൻ പോവാണ്. ഇവിടത്തെ വെള്ളമൊന്നും കാണാല്ല. ഇത് എന്താ കണ്ടേട്ടാ ഇത് ഇന്നലെ വന്നപ്പോ? വെള്ളം 2 ദിവസമായിട്ട് ചൂട് പിള്ളേരുകൊണ്ട് വെള്ളം ഇറങ്ങിപ്പോയത് അങ്ങോട്ട്. നല്ലോണം മീൻ പിടിക്കണത് പിള്ളേർ മീൻ പിടിക്കുന്നുണ്ടോ? അവിടെ പിള്ളേർ മീൻ പിടിക്കുന്നുണ്ടോ? ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു അന്ന് മഴ എടുക്കാൻ വന്നപ്പോൾ. ഇപ്പൊ മീനൊക്കെ അവർ പിടിച്ചു. പിന്നെ വെള്ളം അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ ലൊക്കേഷൻ മാറ്റാം. ഇപ്പൊ ഞങ്ങളെല്ലാവരും വണ്ടിക്ക് ബാഗ് പാക്ക് ചെയ്ത് ലൊക്കേഷൻ മാറ്റിയപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നിരിക്കുന്നു. ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ചേട്ടൻ കണ്ണമേനില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീനെങ്കിലും പിടിച്ചു കൊടുക്കണമല്ലോ. പറഞ്ഞ വാക്ക് പാലിക്കുന്നതാണല്ലോ നമ്മുടെ ഒരു കടമ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു 6 മാസം മുമ്പ് ഫിഷിംഗ് എടുത്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 5 കിലോ 10 കിലോ ഉള്ള കട്ട്ലയെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീനെ പിടിക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ സൈഡിൽ ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് കിട്ടുമോ കിട്ടില്ലോ എന്ന് അറിയില്ല. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്.
നേരോട്ടോ ഇത് കിട്ടുന്നോ? അടുത്തോട്ട് തോന്നിട്ടോ വീഡിയോ ഓണാണോ നോക്കിക്കോട്ടോ. മീനിന്ന് ഡെഡിക്കേറ്റ് ആയിട്ട് വന്നതിട്ടാ, ഇന്നും മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നത് നമ്മള് ഇവിടെ നേരെ അങ്ങോട്ട് റൗണ്ട് ചെയ്യാം. അതായത് ഇത് വല പോണത്ര ബോട്ട് നമ്മൾ അവിടെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി ഉള്ളിൽ കിടന്ന് കളിക്കാൻ നമ്മൾ. അപ്പോൾ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി ഈ സ്ഥാനത്ത് അത് കിടക്കുള്ളൂ. അറിയില്ലല്ലേ? വെള്ളത്തിൽ ഇവിടെ വരണ്ടോ ആളുണ്ട്. ഇത് പല പോണത്ര ബോട്ടാ. അതെ അല്ലേ, പോണത്ര ബോട്ടാ. മീനാ ചാടിയേ? ആ മീനെ ചാടി. മീൻ ചാടിയതാ. അന്ന് കിട്ടിയ നല്ല വലുതായിരുന്നു. ഇവിടെ മീനില്ല, പിന്നെ എവിടെ മീനുണ്ട്? കുറച്ചൊരു പിടിക്കും. ഞാൻ ഒന്ന് കരയിൽ പോട്ടെ. മൊബൈല് നമ്മൾ സൈറ്റിന് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരണോ? നീ ചെല്ലണം. സൂം ചെയ്യേണ്ടി വരും കേട്ടോ. ചൂണ്ട കൊണ്ടൊന്നുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു അല്ലേ? ചൂണ്ടനുണ്ട്, നാട്ടിൽ പോകുമ്പോൾ എടുത്തു വരും. ഇപ്പോൾ ലീവിന് പോകുമ്പോൾ എടുത്തു വരും. ഗോവയിലായിരുന്നപ്പോ ഞാന് മറ്റേ ഡ്യൂട്ടിക്ക് ആദ്യം നൈറ്റ് ഡ്യൂട്ടിക്ക് ആയിരുന്നില്ലേ, രാത്രി പോകുമ്പോ മറ്റേ ആർട്ടിഫിഷ്യലിന്റെ സാധനം കൊണ്ട് പോകും, ഫ്ലൈറ്റ് നേരത്തെ തിളങ്ങണത്. ടവറിന്റെ അവിടെ നിന്നിട്ട് ടവറിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കറക്കി ഒരൊറ്റ കയറാം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു 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 സാധനം കിട്ടും. അടിപൊളി സാധനം. ഈ മത്തിമായത്തെ ഒരു മീനുണ്ടോ? കിട്ടിയോ? അടിച്ചോ? പൊക്ക് പൊക്ക് പൊക്കേ. ആ പൊളിച്ചു. മസാല ചെരുപ്പോ? പൊക്കി. മീനാണ് ചെരുപ്പാണോ? സിലോപ്പി പൊക്കി പൊക്കി. കണ്ട ടാമെ പോലെ ഉണ്ടല്ലോ. മറ്റേ തലക്കടിച്ചിട്ട് വിപിനാണ് മീനെ കൊല്ലുന്ന കാണുന്നില്ലേ? ഞാൻ പിടിച്ചിട്ട് എവിടാ നീന്തി വന്നിട്ട് ഞാൻ മീനിനെ കളയരുത്. നീ നീന്തി വരരുത് കേട്ടോ. എടാ നീ അകത്തൂടി നീന്തി വാടാ. എടാ അതിന്റെ ചെകിളേ ഇല്ലേ, ചെകിളേ അവനറിയാൻ പിടി. വിമനേട്ടന്റെ അതിന്റെ മോനെ അങ്ങേര് വേറെ സ്റ്റൈല്. അങ്ങേര് മറ്റേ ആ സ്റ്റൈല് കണ്ടോ? സൂപ്പറിന്റെ ആ സ്റ്റൈലിലാണത് മൊത്തം. കണ്ടാ ബ്രീത്തിങ് എടുത്തു. വല തട്ടി ആല വലപ്പെട്ട് വലയുണ്ട്, വലയിട്ട് വല തട്ടിയേ. അതാ വല. ഒരു ഫ്ലോട്ടിങ്ങിന്റെ എന്തെങ്കിലും ആണായിരുന്നു ഇടയിൽ, അറിയാം. രാജാവ് മുരുക പുലി മുരുക. മോനെ കാണിച്ചേ. ഓണവോക്കിൽ തന്നെ ഇതാ ഒരു മീനുമായി ഇതാ എന്താ പറയാ, വേണ്ടാച്ച് തൊണ്ടയിൽ കയറിയിട്ട് അതിന്റെ മുള്ളു നോക്ക് കൊള്ളണ്ട. ഫ്രഷ് സാധനം. വീടാണല്ലേ? അവിടെ സഞ്ചരിച്ചിട്ടോ നിറം കൊണ്ടുപോണ്ടോ? ഇവിടുന്ന് രണ്ടര ഒറ്റ വളക്കിൽ അങ്ങോട്ട് പോകണം. അവിടെ നിളക്കിട്ട് താഴ്ന്നില്ലല്ലോ, പെടച്ച് പോവല്ലേ. വിട്ടെ. ഓ പാലക്കാട് കുറെ പേരായല്ലോ ഇവിടെ. അപ്പൊ അവിടെ നിന്ന് മൂപ്പര് വിളിച്ചത്, മൂപ്പര് എന്നിട്ട് അവന്റെ അച്ഛൻ തലേന്ന് വിളിച്ചിട്ട് എനിക്കൊരു കുപ്പി വളണ്ടാവാണ്ട് ഒരു ഗോവയിൽ ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ ഇവിടെ നീന്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്കുണ്ടോ? ഇടയ്ക്ക് കുഴിയാണ്. ഇവരുടെ ആ മൂലക്ക് വയ്ക്കോ. ഊരി തരട്ടെ. വല കുത്തിയിട്ടുണ്ട്. അടുത്ത വല എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരികയാണ്. ഇവിടുത്തെ മീനുകളൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഞാൻ ഉള്ളിലേക്ക് വരാം. ആ മൂലക്ക് വയ്ക്കോ. അതോടൊപ്പം മുങ്ങിയ ഞങ്ങൾ ഓടി. അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. കാരണം ഇത് ഇവിടുന്ന് വിട്ടു പോറ്റാ.
ചാൻസ് ഉണ്ട്. ഇത് വീടെടുത്തോ. ഇനി കുടിക്കോളൂ. നമുക്ക് തൊട്ടതില്ല, അധികം ഇടണ്ടാവും കേട്ടോ. ഇതന്നെ ഇതിലെല്ലാം നമുക്ക് നാല് കരവാത്തുള്ളൂ. ഇവിടെ ഒന്നും കൂടെ ഇളക്കാവും. ഈ പോയിട്ട് നമ്മൾ കിട്ടിയത് എടുക്കണം. വന്നിട്ട് ചാടി കണ്ടില്ല പലഞ്ഞ അടി കാണോ. ഇതാര് പോണ നല്ല ആഴുണ്ടോ? ഞാൻ എന്താ ചെയ്താണ്? ഇല്ലായിരുന്നു. ആ ഷോട്ട് ഒന്നും കൂടി എടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ വല പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ആദ്യം തന്നെ വല ഇട്ടതിൽ തന്നെ നമുക്കൊരു 10-20 മീൻ കുടുങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്കൊരു മീൻ നമ്മളിപ്പോൾ അവിടെ പോയി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തു വന്ന കൊണ്ടുവന്നതിനും ഇത്ര വലിയൊരു മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മീനുകൾ നമുക്ക് ഇതുപോലുള്ള മീനുകൾ ഇനിയും കിട്ടിയിട്ടുണ്ട്. ഇനിയും വലയിൽ മീനുകൾ കുടുങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ എടുക്കാനായിട്ട് പോവുകയാണ്. കിട്ടിയ മീനുകൾ കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. കണ്ട അടിപൊളി. എവിടെ കസാന എവിടെ നോക്ക്. വലയിലുണ്ടല്ലോ ഒന്ന്. അടിയിലൊന്ന് വലപ്പ് പൊക്കിയിട്ടേ ഉള്ളൂ. ഇനി അധികം ഇപ്പൊ വല പൊക്കി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വലകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം കൂടുതലുണ്ട്. അടുത്തിക്കോ എല്ലാ പാലും അങ്ങോട്ടും അപ്പൊ ഞങ്ങള് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിനും ഇൻഫോർമാറ്റീവ് ആയ വീഡിയോ ഇനി വരുന്നതായിരിക്കും. ലൈക്ക് ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇൻഫോർമാറ്റീവ് ആയ ഫിഷിംഗ് ആയ വീഡിയോകൾ ഇന്ന് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അപ്പോൾ കിട്ടിയ മീൻ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ നെറ്റൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ തന്നെ നമുക്ക് മെല്ലെ എടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ തൊടിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത മീനൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാം. തുടങ്ങിയത് നമ്മുടെ ജിതിന് എല്ലാവരും ഉണ്ട്. ഫുൾ ടീമാണ്. ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ല ആശാനെ. ഇതൊക്കെ എവിടെ കിട്ടുന്നു കാലത്തൊക്കെ. அருடா அது உயிரோட இருக்கா? டேய் இது அப்படி படுக்க மீன் அது மேலே. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ച് ടയർഡായ സ്ഥിതിക്ക് ഇപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ചിണ്ടുവണ്ണം ചെയ്യാമെന്ന്. ചിണ്ടുവണ്ണം പറഞ്ഞാൽ ഈ വീഡിയോയിലുണ്ടായിരിക്കും. എൻ്റെ വണ്ടിയുടെ ബാക്കിലൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു കുക്കിംഗ് ആണ്. ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്തതില്ലാതെ ആര് കണ്ടു. ഇപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പറയും ഇതിൻ്റെ അഭിപ്രായം, ടേസ്റ്റ് കാരണം എങ്ങനെയുണ്ട് എന്നൊക്കെ. ആൾക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടം. എപ്പോഴും വിറക് കത്തിച്ച് അടുപ്പൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കണോ, അതാണ് ആളുടെ ഒരു ഹരം. അപ്പോൾ നമുക്ക് നോക്കാം കഴിച്ചിട്ട് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം പുതിയ ലൊക്കേഷൻ.